നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിയായ മാർ-എ-ലാഗോയിൽ മോഡലുകളെ വിരട്ടി ഭാര്യ മെലാനിയ ട്രംപ്. മാർ-എ-ലാഗോ ക്ലബ്ബിൽ വെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ബാരൺ ട്രംപിന്റെ ചിത്രങ്ങളെടുത്തതിനാണ് മോഡലുകൾക്കെതിരെ മെലാനിയ രംഗത്ത് വന്നത്. ക്ലബ്ബിൽ നിന്ന് വിലക്ക് നേരിടേണ്ടി വരുമെന്നാണ് മെലാനിയ മുന്നറിയിപ്പ് നൽകിയത്. ബാരണിന്റെ സ്വകാര്യത സംബന്ധിച്ച കർശനമായ നിലപാടാണ് പ്രഥമ വനിത വ്യക്തമാക്കിയത്. ബാരൺ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ മോഡലുകളായ വലേറിയ സൊഗലോവയും അബ്ല സോഫിയയും ബാരണിന്റെ ഫോട്ടോ എടുത്തിരുന്നു. ഇതാണ് മെലാനിയെ ചോട്ടിപ്പിച്ചത്. ക്ലബ്ബിലെ അംഗങ്ങൾ ബാരന്റെ ചിത്രങ്ങൾ പകർത്തുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും തടയാൻ കർശനമായ നിബന്ധനകളുണ്ട്. ഇത് ലംഘിക്കുന്നവർക്ക് ക്ലബ്ബിൽ നിന്ന് പുറത്താക്കൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. ബാരൺ ട്രംപ് രാഷ്ട്രീയത്തിലോ പൊതുപരിപാടികളിലോ സജീവമല്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നുകയറുന്നത് ഒഴിവാക്കാനാണ് ഈ നീക്കം. ട്രംപിന്റെ കുടുംബം ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഗോസിപ്പ് കോളമിസ്റ്റ് റോബ് ഷൂട്ടറിനെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കൗമാരക്കാരനായ ബാരന്റെ ചിത്രങ്ങൾ പകർത്തിയതിന് അംഗങ്ങൾക്ക് അംഗത്വം റദ്ദാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാരണിന്റെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മെലാനിയ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ഒരു സ്രോതസ്സിനെ ഉദ്ധരിച്ച് ഷൂട്ടർ വെളിപ്പെടുത്തി. ചിത്രങ്ങൾ എടുക്കുന്നതോ വീഡിയോ ചെയ്യുന്നതോ ആയി പിടിക്കപ്പെടുന്ന ഏതൊരാൾക്കും ക്ലബ്ബിൽ നിന്ന് വിലക്കുന്നതുൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ നേരിടേണ്ടി വരും. ക്യാമറകൾ പാടില്ല, വിവരങ്ങൾ ചോർത്താനും പാടില്ല എന്ന സന്ദേശം വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. സ്വകാര്യ കുടുംബ നിമിഷങ്ങൾ സ്വകാര്യമായി തന്നെ നിലനിൽക്കണം. ക്രിസ്മസ്, പുതുവർഷ രാവ് ആഘോഷങ്ങളിൽ ബാരൺ വളരെ ശാന്തനും ഒതുങ്ങിയ പ്രകൃതക്കാരനുമായിരുന്നുവെന്നും പങ്കെടുത്തവർ പറയുന്നു. അദ്ദേഹം ശാന്തനായിരുന്നു, വളരെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. സാധാരണ നീല സ്യൂട്ട് ധരിച്ച് ഡൊണാൾഡിനെ ഏറെക്കുറെ അനുകരിച്ചുകൊണ്ട് അധികം സംസാരിക്കാതെയാണ് കഴിഞ്ഞതെന്നും മറ്റൊരു ഉറവിടത്തെ ഉദ്ധരിച്ച് അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് രണ്ടാമതും അധികാരമേറ്റതിനു ശേഷം ബാരൺ പൊതുവിടങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കുകയാണ്. ന്യൂയോർക്ക് സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിൽ നിന്ന് 2025 ഫാൾ സെമസ്റ്ററിനായി പോയതിനു ശേഷം അദ്ദേഹം പൊതുസമൂഹത്തിൽ നിന്നും ഏറെക്കുറെ അപ്രത്യക്ഷനായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ട്രംപിന് അരികിലായിട്ടായിരുന്നു അദ്ദേഹത്തെ മുൻപ് കണ്ടത്. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജനത്തിനൊപ്പം നിൽക്കുവാൻ തന്നെ സഹായിച്ചതിന് മകനെ ട്രംപ് പ്രശംസിച്ചിരുന്നു. അന്ന് ട്രംപിന്റെ വാക്കുകളെ ജനക്കൂട്ടം ആർപ്പുവിളിയോടെയാണ് സ്വീകരിച്ചത്. ട്രംപിനെ യുവ വോട്ടർമാരുടെ ഇഷ്ടം നേടാൻ സഹായിച്ചതിൽ ട്രംപ് കുടുംബ മകനെ പ്രശംസിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായത്തിൽ ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ തന്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ജോ റോഗൻ, ആഡൻ റോസ് തുടങ്ങിയ ജനപ്രിയ വ്യക്തികളുമായി ബന്ധപ്പെടാനും ബാരനാണ് തന്നെ പ്രേരിപ്പിച്ചിരുന്നത്. ഡൊണാൾഡ് ട്രംപ് മുമ്പ് ഫിലാഡൽഫിയയിലെ ടോക്ക് റേഡിയോയിൽ തന്റെ ഇളയമകനെ പ്രശംസിച്ചിരുന്നു. വളരെ സുന്ദരനായ, ശക്തനായ വിദ്യാർത്ഥി, രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നായിരുന്നു ട്രംപ് ബാരനെ വിശേഷിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ സഹപാഠികൾ അദ്ദേഹത്തെ അല്പം വിചിത്രനെന്നും വിശേഷിപ്പിക്കാറുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നീട് മറ്റു ചില സന്ദർഭങ്ങളിൽ കൂടി പൊതുവിടങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ട്രംപ് ടവറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ബാരൻ കോളേജിലേക്ക് മാറിയെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ സെപ്റ്റംബറിൽ ക്ലാസിന്റെ ആദ്യ ആഴ്ചയിൽ അദ്ദേഹം ക്യാമ്പസിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് അദ്ദേഹം എവിടെയാണെന്ന ചോദ്യം ഉയർന്നു. വൈറ്റ് ഹൗസിലേക്ക് താമസം മാറിയ അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ വാഷിംഗ്ടൺ ക്യാമ്പസിൽ പഠനം ആരംഭിച്ചതായും പിന്നീട് വെളിപ്പെട്ടു. സ്വന്തം ബിസിനസ് ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻഗണന നൽകാൻ ശ്രമിച്ചപ്പോഴാണ് ബാരന് സ്ഥലമാറ്റമുണ്ടായത്. പദ്ധതികൾ വികസിപ്പിക്കുന്നതിലും കരാറുകൾ സ്ഥാപിക്കുന്നതിലും ബാരൻ തിരക്കിലായിരുന്നുവെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. അടുത്ത കാലത്തായി അദ്ദേഹം കൂടുതൽ മതവിശ്വാസിയായി മാറിയതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ മാസം രാത്രി വൈകിയുള്ള ഒരു ഫോൺ കോളിന് ശേഷം ബാരൻ തന്റെ ക്രിസ്തീയ വിശ്വാസം പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തിയതായി പാസ്റ്റർ സ്റ്റുവർട്ട് നെക്റ്റിൽ വ്യക്തമാക്കിയിരുന്നു.